നിങ്ങൾക്ക് പാർട്ടി നല്ല സേഫ് ആയിട്ടുള്ള ഫണ്ടെല്ലാം തരുമായിരുന്നു. എന്നിട്ട് എന്തിനാണ് ഞങ്ങളെ ബേപ്പൂരിക്ക് നിങ്ങൾ വരാൻ കാരണം? ആര് തൂക്കും ഈ പ്രാവശ്യം ബേപ്പൂര്? ഇത്തവണ ബേപ്പൂരിൽ UDF ചരിത്ര വിജയം നേടും. ഹലോ ഗൈസ്, ഞാൻ ഉള്ളത് എന്റെ സ്വന്തം നാടായ കടലുണ്ടിയിലാണ്. ഇവിടെ ഒരു UDFന്റെ ഒരു കിടിലൻ റോഡ് ഷോ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ വന്നതാട്ടാ. ഞാൻ എന്റെ 23 കൊല്ലന്റെ നാട്ടിൽ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ കടലുണ്ടിയിൽ ഇത്രയും വലിയൊരു ജനസാഗരം കാണുന്നത് കേട്ടോ. കണ്ണണ്ടി PVR റോഡ് ഷോ നിന്ന് ജനങ്ങൾ കാണും. കല്ലടി പഞ്ചായത്ത് കാണാത്ത പരിപാടി ഇന്ന് ഇവിടെ കണ്ടോ? ഇന്ന് കടലുണ്ടി ചാല് കത്തൂല്ലേ, കത്തിക്കും. ഞാനൊക്കെ പണ്ട് രാഘവേട്ടനെ പോസ്റ്ററിൽ മാത്രമായിട്ട് കണ്ടിട്ടുള്ളൂ. രാഘവേട്ടൻ ജയിച്ച ഇലക്ഷനിലൊക്കെ ഞാൻ എജാതി ഡാൻസ് ആ ഡാൻസ് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ കളിപ്പിക്കുന്നുണ്ട്. എന്നാലും നേരെ കാണാൻ പറ്റിയാൽ എനിക്ക് നല്ല സന്തോഷമായിട്ട്. നല്ലൊരു മനുഷ്യൻ. ഞാനാണെങ്കിൽ എന്റെ വണ്ടി അവിടെ കടലുണ്ടി റെയിൽവേ ഗേറ്റിന്റെ അവിടെ വെച്ചിട്ടാ. പിന്നെ ഒന്നും നോക്കില്ല, അൻവർക്കന്റെ കൂടെ വണ്ടിക്കാണ്ട് കയറി. ആ കടലുണ്ടി മുതൽ ചാലിയം വരെയുള്ള ആ റോഡ് ഷോയില് മോനെ ആയിരക്കണക്കിന് ബൈക്കുകൾ, എജാതി ആവേശം എന്നറിയാം ഓരോരുത്തർ. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. നമ്മളെ ബേപ്പൂര് മണ്ഡലത്തിലുള്ള ജനങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ കാണുമ്പോഴേ എന്തായാലും അൻവർക്കന്നെ ജയിക്കുന്നതായിട്ട് തോന്നണേ. ഏതായാലും ജയിച്ച് മന്ത്രിയാളല്ലോ, ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് പാർട്ടി നല്ല സേഫ് ആയിട്ടുള്ള ഫണ്ടെല്ലാം തരുമായിരുന്നു. എന്നിട്ട് എന്തിനാണ് ഞങ്ങളെ ബേപ്പൂരിക്ക് നിങ്ങൾ വരാൻ കാരണം? ഇതൊരു പോരാട്ടത്തിന്റെ ഭാഗമല്ലേ. സേഫ് ആയിട്ടുള്ള സീറ്റിലല്ല ഞാൻ മത്സരിക്കേണ്ടത്. ഞാൻ ആരംഭിച്ച കുടുംബാധിപത്യ പിണറായിസം, അതിന്റെ ബാക്കി പത്രമാണ് ബേപ്പൂര്. അപ്പൊ ഞാൻ ഏറ്റെടുക്കേണ്ട പോരാട്ടം ജനങ്ങളെ വിശ്വസിച്ച് ഈ പോരാട്ടമാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബേപ്പൂരിലെത്തിയിട്ടുള്ളത്. ഏതായാലും ചിഹ്നം ഗ്യാസും കുറ്റി ഇപ്പൊ ട്രെൻഡിങ് കൽപ്പിക്കണോണ്ട് നാട്ടുകാരും ഈ ചിഹ്നം മറക്കലുണ്ടാവില്ല. അത് 100% ഉറപ്പാ.